കമലതൻ കിസ്സയിതാ കണ്ണീരിലെഴുതിയ കാവ്യമിതാ ഹാത്തിൻ റസൂലിൻ പേരമകൻ ഫാത്തിമത്തിൻ പുന്നാരമകൻ എത്തിയ കർബല മണ്ണിൽ നിന്ന് മൗതായി പോയുള്ള കഥയൊന്നിതാ കരടുരുകുന്ന ചരിത്രമിതാ കഥനമതേതും ചിത്രമിതാ ഹറമോട് സമസമ മതിലിമ്പം തൊട്ടിയിട്ട് കട്ടി തനത്തുക്ക് കുത്തവരുടയവർ കട്ടി തനത്തുക്ക് കുത്തവരുടയവർ തങ്ങൾ തിങ്കൾ അതിർപ്പത്താൽ തിരുത്തടവാരെ ചുങ്കിലങ്കി പൊങ്കി വിളങ്ങി ഇറങ്ങി മിന്നി തിളങ്ങി ചുങ്കിലങ്കി ഇറങ്ങി പൊങ്കി ചുങ്കിറങ്ങി ഇറങ്ങി തിളങ്ങി ഇറങ്ങി ഇറങ്ങി മിന്നി തിളങ്ങി മതമിതു മതിയേ ചൊടി മൊഴി കണ്ട് കരമിത് കരുളവരുണ്ട് നിലറിലും ചമലുകൾ കൊണ്ട് മിസ് കബ് കുമരവരുണ്ട് എങ്കും ചൊങ്കിലങ്കി ഇറങ്ങി പൊങ്കി മുന്തി മുന്തി തുടിപ്പാതി മോടി കൂടി പല ചൂടി കൂടുകൂടായി അന്നേരം വടകൊടി മൂണ്ടെണ്ണം ഇടെ അതിലുണ്ടേ അവിയവ് വർണ്ണവതാം പിൻരണ്ടും അസ്വദുമാമേ ബദൽഹുദാ എണ്ണം ഇടെ അതിലുണ്ടേ അവിയവ് വർണ്ണവതാം പിൻരണ്ടും അസ്വദുമാമേ സനത് കുടൈ കോൾ മുങ്കും തിരുകരമാലും നാമ കവിനബി തൻ തോൾ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദകും പ്രഭാവേ ഉദയോൻ ഹബീബേ മണിദീപമേ മക്കി മദീന നിലാവേ മഖബൂലു യാസീൻ മുഹമ്മദ് റസൂലേ പ്രഭാതത്തിൻ ജീവേ പ്രപഞ്ചത്തിൻ കാമ്പേ നിദാന. അതുപോലെ നമുക്കെല്ലാം സുപരിചിതനായ അഷ്റഫ് ചൊക്ലി, ബഹുമാനപ്പെട്ട നമ്മുടെ അഷ്റഫ് ചൊക്ലി ഈ സ്റ്റേജിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ജലീൽ നഹാസ്, പത്താമതായി ഉമ്മർക്ക DHL അക്കുബായി സ്റ്റേജിൽ. അടുത്തതായിട്ട് നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ എല്ലാം പറയുക Patabi yang saya dari sini ya. Jepur Patabi.
രണ്ട് വ്യക്തികൾ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ എല്ലാം ഏതൊരു ആവശ്യത്തിനും 24 മണിക്കൂറും നമുക്ക് വേണ്ടി എല്ലാം ഓടിയെത്തുന്നവരാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം വേണ്ടി നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അങ്ങേയറ്റം പ്രയത്നിച്ച മറ്റൊരു വ്യക്തിയാണ് മദീനയിലെ കാരണം. അതുപോലെ തന്നെ അവസാനമായി നമ്മളെല്ലാം കാതോർത്തിരുന്ന, നമ്മളെല്ലാം കേൾക്കാൻ കുറിച്ചിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രിയപ്പെട്ട നമ്മുടെ ഖാദർ സാഹിബിനെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഹുസൈൻ ചോലക്കുടി അവസാനമായിട്ട് നമ്മുടെ ഈ മാപ്പിള കലാ അക്കാദമിയുടെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സംസാരിക്കുന്നതാണ് അതിനെപ്പറ്റി. അദ്ദേഹം എന്നോട് അല്പം ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഈ ഒരു മത്സരം പ്രതീക്ഷിച്ചതിലും അപ്പുറമായി പോയി. അദ്ദേഹത്തിന് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ ഈ റിസൾട്ട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ആ റിസൾട്ട് പ്രഖ്യാപനത്തിനൊപ്പം തന്നെ അവർക്കുള്ള സമ്മാനവും ഇപ്പോൾ ഈ വേദിയിൽ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് അല്പം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് റസലിലേക്ക് വേദിയിൽ ക്ഷണിക്കുന്നു. ഞങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ പാചറാണി മത്സരം ഇവിടെ നടന്നത്. വിവിധ തരത്തിൽ പല വെറൈറ്റിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം. ഞാനൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചിട്ടാണ് ഈ ഷെഫിന്റെ ജോലിക്ക് വന്നത്. പക്ഷേ നമ്മുടെ അടുക്കളയിൽ ഇതിന് മാത്രം ടേസ്റ്റ് മതിയിൽ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടമ്മ കഴിയുന്നത് വളരെയേറെ നേട്ടമാണ്. അതുകൊണ്ട് ഞാൻ വളരെ പ്രൗഢോടുകൂടി തന്നെ ഒന്നാം സമ്മാനം ഫർഷ സിദ്ദീഖ് ആൻഡ് ജാസ്മിൻ. രണ്ടാം സമ്മാനം റിഷാന അൻവർ. മൂന്നാം സമ്മാനം റംല താഹ. ഇതാണ് ഞങ്ങളുടെ ജഡ്ജ്മെന്റ്. ഒന്നാം സമ്മാനം നൽകിയത് ഫർഷ സിദ്ദീഖ് ആൻഡ് ജാസ്മിൻ. ഇവർ ചേർന്നുകൊണ്ടാണ് പാസ്. മദീന വുമൻസ് അസോസിയേഷന്റെ അംഗമാണ്. സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയത് റംല താഹയാണ്. റംല താഹയ്ക്ക് പാചകങ്ങളുടെ മത്സരത്തിന് മൂന്നാം സമ്മാനം റംല താഹ. കൈപ്പുറമാണ്. അദ്ദേഹത്തിന് ഈ വേദിയിൽ നിന്ന് ഒന്നാം സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അക്ബർ സാഹിബിനെ ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അബാൻ ഒപ്റ്റിക്കൽസ് ആണ്. വളരെ മനോഹരമായ അദ്ദേഹത്തിന് മുഖത്തിനിണങ്ങുന്ന ഒരു കണ്ണടയാണെന്ന് തോന്നുന്നു. രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്തത് മെഹബൂബാണ്. മെഹബൂബ് കീഴ്പത്തി. മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയത് ഷിഹാബ് മൂർഖനാടാണ്. അദ്ദേഹത്തിന് അതുപോലെ നമ്മൾ കുറച്ച് ചർച്ച ചെയ്ത രണ്ടാം സമ്മാനം ഷാജഹാൻ. രണ്ടാം സമ്മാനം നേടിയത് ഷാജഹാനാണ്. ആ രണ്ടാം സമ്മാനം നേടിയ മാഹിൻ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
രണ്ടാം തവണയും അദ്ദേഹം ഒന്നാമതായി തെളിയിച്ചിരിക്കുകയാണ്. മുഹമ്മദ് ഇക്ബാൽ. ആ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അത്തിബ പോളിക്ലിനിക്കാണ്. അത്തിബ പോളിക്ലിനിക് അത് നൽകുന്നതിന് വേണ്ടിയിട്ട് റഷീദ് കരാം അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. നേരത്തെ വാട്സാപ്പിൽ സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് മത്സരത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ്. റിയാലിറ്റി ഷോയിൽ രണ്ടാം അടുത്തത് അതുപോലെ തന്നെ ആ ഒപ്പനയ്ക്ക് ഒരു ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത് സമീത മൂന്നാം സമ്മാനം ഷിഫ ആൻഡ് ഷിഫാന ഷെറിൻ. ഷിഫ ആൻഡ് ഷിഫാന ഷെറിൻ ഷിഫ ആൻഡ് ഷിഫാന ഷെറിൻ. അതുപോലെ അടുത്ത മത്സരമാണ് സ്വീറ്റ് ഗാദറിംഗ്. ആ സ്വീറ്റ് ഗാദറിംഗിന് ഒന്നാം സമ്മാനം മുഹമ്മദ് ആദിൽ. സമ്മാനം ഷിഫ. മൂന്നാം സമ്മാനം ആഫിയ. രണ്ട് ഷിഫ, മൂന്ന് ആഫിയ. മലയാളം മ്യൂസിക് പർവീൻ. മൂന്നാം സമ്മാനം സംശയ പർവീൻ. മൂന്നാം സമ്മാനം തസ്ലീം. محبوب عزيزة محي الدين فاطمة أحمد نواف ناصر لنا لطيف أفريد نفسل شامل صالح هادي شمير فهد عباس أفتاب محبوب and ഫാസിൽ ഖാജ ഇവരാണ് ഒപ്പന അവതരിപ്പിച്ചത്. ഇനി പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങാൻ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ കുട്ടികളെ ലൈനായിട്ട് നിർത്താൻ നമ്മുടെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. വോളണ്ടിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും ലൈനായിട്ട് നിർത്തി പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവരെയും പ്രോത്സാഹന സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിൽ ക്ഷണിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു അറിവ് നേടുകയാണ്. വാട്സപ്പിൽ നടത്തിയ റിയാലിറ്റി ഷോയിൽ നാട്ടിൽ നിന്നും മത്സരിച്ച് നമ്മുടെ ഞാൻ കവർന്ന ഒരു കുട്ടിയുണ്ട്. ആദിൽ റാഷ്. ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് റെനിയൻ മൊബൈൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. രണ്ടാം സമ്മാനവും അവർ തന്നെയാണ് സ്പോൺസർ. ഭാഗ്യവാനം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒന്നാം സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അക്ബർ സാഹിബിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒന്നാം സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് അക്ബർ സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനമായ ഐപാഡ് കിട്ടുന്നത് ആർക്കാണെന്ന് അറിയാൻ ആവേശഭരിതരായിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് അക്ബർ സാഹിബ് ഒരു കൂപ്പൺ എടുത്ത് മുന്നിലേക്ക് നിർത്തുകയാണ്. ആ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന റെനിയൻ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ആ ഒന്നാം സമ്മാനം അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നു.
ഒന്നാം സമ്മാനമായ ഐപാഡ് സമീർ മുഖേന ക്ഷണിക്കുന്നു. മിസ്റ്റർ റിസൽ റെഡിയൻ. അങ്ങനെ രണ്ടാം സമ്മാനം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അക്കസാരിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ്രോയിഡ് ടെലഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ കിട്ടുന്നതാണെന്ന് അറിയുന്നതിന് വേണ്ടി രണ്ടാം സമ്മാനമാണ്. രണ്ടാം സമ്മാനം നൽകിക്കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹക്ക് സാഹിബ്. രണ്ടാം സമ്മാനം അത് നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് അബാറാണ്. അദ്ദേഹത്തിന് സമ്മാനം നൽകുന്നതിനുണ്ട് ഷിഹാബ് അടിമാലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റെനീൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസിന്റെ പ്രൊവൈഡറായ ഷിഹാബ് അടിമാലി ആൻഡ്രോയിഡ് ഫോൺ അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സിദ്ദീഖ് അബാർ ഒപ്റ്റിക്കൽസ് അദ്ദേഹവും നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരുന്നു. അബാർ ഒപ്റ്റിക്കൽസിന്റെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് നമ്മുടെ അജി വെൽഫെയർ കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട അക്ബർ സാഹിബിനെ പോലത്തെ അതേ ഒരു രാഷ്ട്രീയമായി അതീതമായിക്കൊണ്ട് മതസംഘടനകൾക്ക് അതീതമായിക്കൊണ്ട് കൂട്ടായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് മാപ്പിള അക്കാദമി. അതുകൊണ്ട് ആരും അകന്നു നിൽക്കാതെ Come on,
കിനാവ് കാണും പൂമണവാട്ടി നാളെ നോക്കി മാല കൊണ്ടുന്നേ നാല് പാടും തോഴി വാങ്ങി ഒപ്പര മുറ്റുമ്പോൾ രചിത പൂത്ത പൂങ്കളി തടം തുടിക്കുന്നേ നീല വീടും കിനാവ് കാണും പൂമണവാട്ടി നാളെ പാല കൊണ്ടുന്നേ നാല് പാടും തോഴി വാങ്ങി ഒപ്പര മുറ്റുമ്പോൾ രചിത പൂത്ത പൂങ്കളി തടം തുടിക്കുന്നേ മധുവന പൂവല്ലേ പൂവല്ലേ മധുരമാരിയോടെ പൂവല്ലേ